ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതിന് ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നടക്കുന്ന സ്ട്രൈക്കിനെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യം, ഇത് പലവർക്കും തോന്നാൻ സാധ്യതയുള്ള, അവർ ചെറുതായിട്ടെങ്കിലും ആലോചിച്ചിട്ടുള്ള, അല്പം കോമൺ സെൻസ് ആലോചിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളിങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് യെസ് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി പിടിക്കും, ഞാൻ കേൾക്കട്ടെ. ഓക്കെ, ഞാൻ നിങ്ങളുടെ കമൻസ് ഒക്കെ വെച്ച് വായിക്കുന്നതായിരിക്കും. അതിന് പറ്റുമെങ്കിൽ ഞാൻ റിപ്ലൈ തരും. ഓക്കെ, എൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെ നടക്കുന്ന സ്ട്രൈക്ക് എന്തിനു വേണ്ടിയാ? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ താഴെ പോകാൻ വേണ്ടി. ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ താഴെ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ താഴെ പോയാൽ അയാൾ റിസൈൻ ചെയ്ത ഈ പ്രശ്നം മാറുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്തുവാ, ഈ സിസ്റ്റം ആരുടെ കയ്യില്ല? ഈ പാർട്ടി ആരുടെ കയ്യില്ല? BJP അല്ലേ ഇപ്പൊ ഭരിക്കുന്നത്. BJPയിലെ ഒരാള് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അയാള് റിസൈൻ ചെയ്തെന്ന് വെച്ചോ, അയാളെല്ലാം പോയി, ഇനി ഒന്നുമില്ല, എല്ലാം നിർത്തി, പരിപാടിയേ ഇല്ല. പോയെന്ന് പറഞ്ഞ് ആരെ അടുത്ത് കയറ്റിയിരുത്തണേ? BJPയിലെ ഒരാൾ. അവനും എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാത്ത BJPയിലെ വീണ്ടും ഒരാളെ പിടിച്ച് വീണ്ടും അതിനെ തിരുത്തുമ്പോൾ ഈ സെയിം പ്രശ്നമല്ലേ വരാനിരിക്കുന്നത്? ഇവര് എന്ത് ചെയ്യും? ഫസ്റ്റൊക്കെ ഒരു മുഖംമൂടി ഇടാൻ വേണ്ടി, ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല പിള്ള പോലെ എല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനൊക്കെ റിവെഞ്ചിന് വേണ്ടി ഇവർ നമുക്കിട്ട് ഉണ്ടാക്കേ ഉള്ളൂ. മനസ്സിലായ? അതുകൊണ്ട് ഇതിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ല പോവേണ്ടത്. ഈ സിസ്റ്റം മാറണം. ഈ BJP എന്ന് പറയുന്ന സിസ്റ്റം മാറിയാൽ ഈ പ്രശ്നമൊക്കെ മാറത്തുള്ളൂ. അല്ലെങ്കിൽ ഇമാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോകണില്ലടേ.